വെൽക്കം ടു SSC മലയാളി. സോ നമ്മൾ പ്രോബബിലിറ്റി പോർഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോബബിലിറ്റിയുടെ ഒരു ബേസ് ക്ലാസ് നമ്മൾ എടുത്തു. ഇന്ന് പ്രോബബിലിറ്റിയുടെ ഓൾറെഡി ക്ലാസ് തുടങ്ങിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ ബേസിക്കലി പ്രോബബിലിറ്റി ആദ്യം തൊട്ടേ പഠിക്കുന്നത് കോയിൻസ് അല്ലേ, നാണയം ടോസ് ചെയ്യുന്നത്, അതേപോലെ ഡൈസ് എറിയുന്നത്, ലുഡോക്കട്ട എറിയുന്നത്, പിന്നെ കാർഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോയിൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, 10ലൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ ലാസ്റ്റ് ഡേ പ്രോബബിലിറ്റി നമ്മൾ ചെയ്ത സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് കോമ്പിനേഷൻ, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്സ് പഠിച്ചിട്ടല്ലാതെ, അതായത് 10ാം ക്ലാസ്സിൽ മാത്സ് വിട്ടിട്ട് അതിനുശേഷം വേറെ സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്കൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. സോ പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ഒരു ബേസും നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ്സിൽ പറയണം. സോ സ്റ്റാർട്ടിങ് നമുക്ക് എന്ത് ചെയ്യാം, കോയിൻ എക്സ്പെരിമെൻറ്റ്. ഓക്കെ, കോയിൻ്റെ റാൻഡം എക്സ്പെരിമെൻറ്റ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. വളരെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കോയിൻ നമുക്ക് ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്? ഹെഡ്, ടെയിൽ, ഹെഡ് ഓർ ടെയിൽ എത്ര വട്ടമാണ്? 2 വട്ടം. 2 കോയിൻ ആണെങ്കിലോ, 2 കോയിൻ ആണെങ്കിൽ എങ്ങനെയാണ് കിട്ടുന്നത്? 2 കോയിൻ ആണെങ്കിൽ ഹെഡ് ഹെഡ്, ഹെഡ് ടൈല്, ടൈല് ഹെഡ്, ടൈല് ടോട്ടലി എത്ര എണ്ണം കിട്ടി? 4 എണ്ണം കിട്ടി. 3 കോയിൻസ് ആണെങ്കിൽ എത്രയാണ് കിട്ടിയേ? 8 കിട്ടി. 4 കോയിൻസ് ആണെങ്കിൽ എത്ര കിട്ടി? 16 കിട്ടി. സോ ഫസ്റ്റ് വൺ ഇതിൽ പഠിക്കാനുള്ളത്, ഒരു കോയിനാണ് എറിയുന്നതെങ്കിൽ 2/1 ഔട്ട്കംസ് ഉണ്ടാവും നമുക്ക് അല്ലേ. 2 കോയിൻസ് ആണ് എറിയുന്നതെങ്കിൽ 2/2 ഔട്ട്കംസ്. 3 കോയിൻസ് ആണെങ്കിൽ 2/3. 4 കോയിൻസ് ആണെങ്കിൽ 2/4. 4 കോയിൻസ് എറിയണം എന്നില്ല. ഓക്കെ, ഒരേ കോയിൻ 4 വട്ടം എറിഞ്ഞാലും മതി. സോ n ടൈംസ് നമ്മൾ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ സാമ്പിൾ സ്പേസിലുള്ള എലമെൻസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 2/n ആയിരിക്കും. എത്രയായിരിക്കും? 2/n. അതുകൊണ്ട് തന്നെ 2ൻ്റെ പവേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, 2/1 എത്രയാ? 2 ആണ്. 2/2 എത്രയാ? 4 ആണ്. ബാക്കി ഇങ്ങനെ എണ്ണി നോക്കുക. 8, 16, 32, 64, 128 അല്ലേ, 256, 512. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 2ൻ്റെ ഒരു അപ് ടു ദ 10 പവറെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടൈം ലാഭിച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. ഡിസ്ക്രൈബ് ദ സാമ്പിൾ സ്പേസ് ഫോർ ദ എക്സ്പെരിമെന്റ് ഇൻ വിച്ച് എ കോയിൻ ഈസ് ടോസ്ഡ് ആൻഡ് എ ഡൈസ് ഈസ് ത്രോൺ. ശ്രദ്ധിക്കുക, കോയിനും ഡൈസും കൂടെ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്തു, ഒരു ഡൈസും എറിഞ്ഞു. ആകെ എത്ര എണ്ണം ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം അതിൻ്റെ സാമ്പിൾ സ്പേസ്. ഓക്കെ, അതിൻ്റെ സാമ്പിൾ സ്പേസിൽ എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുക? ഹെഡ് വന്നു എന്ന് വിചാരിച്ചോ. ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡ് വന്നു എന്ന് വിചാരിക്കുക. ഡൈൽ എന്ത് വരാം? ഡൈൽ 1 വരാം, ഡൈൽ എന്ത് വരാം? 2 വരാം, ഡൈൽ 3 വരാം അല്ലേ, 4 വരാം, 5 വരാം, 6 വരാം. ടോട്ടൽ എത്ര എണ്ണം വന്നു? അതെ, ഇവിടെ തന്നെ ഇപ്പം നിലവിൽ എത്ര എണ്ണം വന്നു? ശ്രദ്ധിക്കുക, ഇവിടെ നിലവിൽ എത്ര എണ്ണം വന്നു? 6 എണ്ണം വന്നു അല്ലേ. എത്ര എണ്ണം വന്നു? 6 എണ്ണം വന്നു. ഹെഡ് കിട്ടുമ്പോഴല്ലേ 6 എണ്ണം വന്നേ. ഇതേപോലെ ടെയിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വരും? T1 അല്ലേ, T2 എക്സെട്ര T6 വരെ. സോ ടോട്ടൽ ഈ സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻസാണ് ഉള്ളത്? 12. എത്ര എലമെൻസാണ് ഉള്ളത്? 12. സോ നമ്മുടെ ആൻസർ എത്രയാ? 12. നമ്മുടെ ആൻസർ എത്രയാ? 12. സിമ്പിളാണ്, ശ്രദ്ധിക്കാം. കോയിൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈം ലോസ് ചെയ്യാതെ ചെയ്യാൻ പറ്റും. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times ആൻഡ് ദ ഔട്ട്കംസ് ആർ റെക്കോർഡഡ്. ഹൗ മെനി പോസിബിൾ ഔട്ട്കംസ് ആർ ദെയർ? എത്ര തവണയാണ് പറഞ്ഞിരിക്കുന്നത്? 3 times അല്ലേ. സോ നമ്മൾ 2/n എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എത്രയാണ് വരിക? 2/3. 2 × 2 × 2. ആൻസർ എത്രയാണ് വരുന്നത്? 8. ആൻസർ എത്രയാണ് വരുന്നത്? 8 അല്ലേ. ശ്രദ്ധിക്കുക, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. Find the probability of getting exactly 1 head. രണ്ടാമത് പറയുന്നത് no head. പിന്നെ പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 head. അറ്റ്ലീസ്റ്റ് 2 head. ശ്രദ്ധിക്കാം, ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്നു. ഒരു കോയിൻ എത്ര തവണ ടോസ് ചെയ്യുന്നു? 3 തവണ ടോസ് ചെയ്യുന്നു. നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഔട്ട്കം ആയിട്ട് കിട്ടുക? നമുക്ക് അവിടെ ഔട്ട്കം ആയിട്ട് എന്തൊക്കെയാണ് കിട്ടുക? ശ്രദ്ധിക്കാം. നമ്മൾ സാമ്പിൾ സ്പേസ് നമ്മളൊന്ന് എഴുതാം. ഹെഡ് 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 അല്ലേ,
പിന്നെ ഏതാ വരുന്നത്? ഹെഡ് ഹെഡ് ടെയില്, ഹെഡ് ടെയില് ഹെഡ്, ഹെഡ് ടെയില് ടെയില്. ഇപ്പം എത്ര എണ്ണമായി? 4 എണ്ണമായേ. ഇനി ടെയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടെയിൽ ടെയിൽ ടെയിൽ, ടെയിൽ ടെയിൽ ഹെഡ്, ടെയിൽ ഹെഡ് ടെയില്, ടെയിൽ ഹെഡ് ഹെഡ്. ശ്രദ്ധിക്കുക, ഇത്രയും എണ്ണം ടോട്ടൽ നമുക്ക് എത്ര എണ്ണം കിട്ടി? 8 എണ്ണം കിട്ടി. നമ്മളത് എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മളത് ഇവിടെ ആദ്യം നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടേ. ഓക്കെ, ഈ തന്നിരിക്കുന്ന സാധനം ഈ 8 എണ്ണം കിട്ടി. ഞാനത് അവിടെ ഒന്നും കൂടെ എഴുതിയിട്ടുണ്ട്. 8 എണ്ണം കിട്ടി. ഓക്കെ, ഈ 8 എണ്ണത്തിൽ എക്സാക്ട്ലി 1 ഹെഡ്, ഒറ്റ ഹെഡ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഒറ്റ ഹെഡ് മാത്രമേ പാടുള്ളൂ. ഒറ്റ ഹെഡ് മാത്രം ഉള്ളത് ഏതൊക്കെയാണ് ഉള്ളത്? ഇതിലൊരു ഹെഡ് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? പിന്നെയോ? പിന്നെ ഏതിലാ ഒരു ഹെഡ് മാത്രമുള്ളത്? ഇതിലൊരു ഹെഡ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ ഒരു ഹെഡ് മാത്രമല്ലേ ഉള്ളൂ. സോ ആൻസർ എത്രയാണ്? 3/8. ആൻസർ എത്രയാണ്? 3/8. എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 3/8. സെക്കൻഡ് വരുന്നത് നോ ഹെഡ് ആണ്. ഹെഡ് ഇല്ലാത്ത കണ്ടീഷൻ ഇതിൽ ഏത് മാത്രമാ? ടെയില് 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 മാത്രമല്ലേ ഉള്ളൂ. ടി ടി ടി, ഇതിലല്ലേ ഹെഡ് വരാത്തതുള്ളൂ. സോ ടോട്ടൽ 8 എണ്ണം ഉണ്ട്. അതിൽ ഹെഡ് വരാത്തത് എത്ര കണ്ടീഷനിലാ? ഹെഡ് വരാത്തത് എത്ര കണ്ടീഷനിലാ? 1/8. ഹെഡ് വരാത്ത എത്ര കണ്ടീഷനിലാ? 1/8. ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. ശ്രദ്ധിക്കുക, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എത്ര ഹെഡ് വേണം? 2 ഹെഡ് ആവാം, അതല്ലെങ്കിൽ 3 ഹെഡ് ആവാം. 2 ഹെഡ് ആവാം, അല്ലെങ്കിൽ 3 ഹെഡ് ആവാം. ശ്രദ്ധിക്കുക, ഒരു ഹെഡ് വരുന്ന എത്ര എണ്ണ? 3 എണ്ണ എന്ന് പറഞ്ഞല്ലേ. ഹെഡ് ഒന്നും വരാത്ത എത്ര എണ്ണ? 1 എണ്ണം. അപ്പോൾ ടോട്ടൽ 4 എണ്ണം കഴിഞ്ഞില്ലേ. ബാക്കിയുള്ളതിൽ എത്ര ഹെഡാ? 2 ഹെഡ് വരുന്ന 3 എണ്ണം ഉണ്ട്. 2 ഹെഡ് വരുന്ന 3 എണ്ണം അല്ലേ? ഇത് നോക്കിക്കേ, 1 2 ഓക്കെ 3 4. ഈ 4 എണ്ണം നോക്കുക. ഇവിടെ 1 2 3. ഇതിലെല്ലാം എത്ര തവണ ഹെഡ് വരുന്നുണ്ട്? 2 തവണ ഹെഡ് വരുന്നുണ്ട്. ഈ 4-മത്തേലോ 3 തവണ ഹെഡ് വരുന്നുണ്ട്. സോ അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹെഡ് 2 തവണ വരാം, അതല്ലെങ്കിൽ ഹെഡ് 3 തവണ വരാം. സോ ടോട്ടൽ എത്ര തവണ വന്നു? ഇവിടെ നമുക്ക് 4 എണ്ണം വന്നു. സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം വന്നു? 4 എണ്ണം. ആകെ എത്ര എണ്ണ? 8. സോ പ്രോബബിലിറ്റി എത്രയാ? 1/2. പ്രോബബിലിറ്റി എത്രയാ? 1/2. ഓക്കെ, ആൻസർ കിട്ടി 1/2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Three coins are tossed. Find the probability of no heads. 3 കോയിൻ ടോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചെയ്ത സെയിം സാധനം തന്നെ. ആകെ എത്ര എണ്ണ സാമ്പിൾ സ്പേസിലുള്ളത്? 8 എണ്ണം ഉള്ളത്. ആകെ എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണം. ആ 8 എണ്ണത്തിൽ 3 കോയിൻ ടോസ് ചെയ്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് നോ ഹെഡ്. ഹെഡ് ഇല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. ഹെഡ് ഇല്ലാത്ത ഒരെണ്ണം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഏതാ ഉണ്ടാവുക? നമ്മുടെ ടെയിൽ ടെയിൽ ടെയിൽ. ഇതിൽ മാത്രമല്ലേ എന്തുള്ളൂ? ഹെഡ് ഇല്ലാത്തതുള്ളൂ അല്ലേ? സോ ഹെഡ് ഇല്ലാത്തതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 1/8. ഹെഡ് ഇല്ലാത്തതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? 1/8. When 2 coins are tossed simultaneously, what are the chances of getting at least 1 tail? 2 കോയിൻ ടോസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ എഴുതിയ സാധനം തന്നെയല്ലേ? ഒരു വട്ടം കൂടെ എഴുതാം അല്ലേ? ഏതൊക്കെയാണ് വരിക? TT, TH, പിന്നെയോ ST, HH. നമുക്ക് ആകെ 4 എൻറ്റിറ്റീസ് ആണ് നമ്മളെ സാമ്പിൾ സ്പേസിലുള്ളത്. ചാൻസസ് ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ. ഒരു ടെയിലെങ്കിലും കിട്ടണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ടെയിലെങ്കിലും ഉണ്ടല്ലോ? ഉണ്ട്. ഇവിടെ ഒരു ടെയിലെങ്കിലും ഉണ്ടല്ലോ? ഉണ്ട്. ഇവിടെ ഒരു ടെയിലെങ്കിലും ഉണ്ടല്ലോ? ഉണ്ട്. ഇവിടെ ഒരു ടെയിലെങ്കിലും ഉണ്ടോ? ഇല്ല. അവിടെ രണ്ടും എന്താണ്? ഹെഡാണ്. സോ ഒരു ടെയിലെങ്കിലും ഉള്ളത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം ഉണ്ട് നമുക്കിവിടെ? 3 എണ്ണം. സോ ആൻസർ എത്രയാണ് വരുന്നത്? 3/4. ആൻസർ എത്രയാണ് വരുന്നത്? 3/4. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിക്കേണ്ട സാധനം എന്താ? അറിയാത്തവർ ശ്രദ്ധിക്കുക. ഈ സാമ്പിൾ സ്പേസ് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ മതി? പഠിച്ചാൽ മതി. 4 കോയിൻസ് വരെ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A coin is tossed twice. The probability of getting head both the times. ഓക്കെ, ഒരു കോയിൻ 2 തവണ ടോസ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞില്ലേ എന്തൊക്കെയായിരുന്നു കിട്ടുക?
ഹെഡ് 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 ടൈല് ടൈല് ഹെഡ് ടൈല് ടൈല്. സോ രണ്ടും ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്? ഒരെണ്ണം മാത്രമല്ലേ വരുന്നുള്ളൂ. സോ ആൻസർ എത്രയാ? 1/4. ആൻസർ എത്രയാണ് വരുന്നത്? 1/4. കോയിൻ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും നോക്കുക, ഒരു മിനിറ്റിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കോയിൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 tail in 4 throws of a coin. ശ്രദ്ധിക്കുക, 4 തവണ എറിഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 tail എന്ന് പറഞ്ഞാൽ 4 തവണ കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വട്ടമെങ്കിലും എന്ത് കിട്ടണം? ടെയിൽ കിട്ടണം. സോ ഒരു വട്ടമെങ്കിലും ടെയിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ എന്താവാൻ പാടില്ല? എല്ലാം ഹെഡ് ആവാൻ പാടില്ല. അത്ര മാത്രം നോക്കിയാൽ പോരെ. എല്ലാം ഹെഡ് വരുന്നത് 4 തവണ കോയിൻ ടോസ് ചെയ്യുന്നു. 4 തവണ കോയിൻ ടോസ് ചെയ്യുന്നു. സോ ടോട്ടൽ എത്രയാ? 2/4. 16 മെമ്പേഴ്സ് ഉണ്ടാവും സാമ്പിൾ സ്പേസിൽ. അതിൽ നിന്ന് ആരെ അങ്ങ് ഒഴിവാക്കിയാൽ മതി? ഹെഡ് 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 ഹെഡ്. ഇതല്ലേ ടെയിൽ ഇല്ലാത്തതുള്ളൂ. ഇതിനെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. സോ ആൻസർ എത്രയാണ് വരുന്നത്? ആൻസർ എത്രയാ? 15/16. എത്രയാ വരിക? 15/16. ചോദ്യം എന്താ? ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 tail. ഒരു ടെയിലെങ്കിലും ഉണ്ടാവണം 4 തവണ ടോസ് ചെയ്യുന്ന സമയത്ത്. ആൻസർ എത്ര കിട്ടി? 15/16. 15/16. 3 coins are tossed. Find the probability of exactly 2 heads. 3 കോയിൻ ടോസ് ചെയ്യുന്നു. കൃത്യം 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? കൃത്യം 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ സാമ്പിൾ സ്പേസ് ജസ്റ്റ് ഒന്ന് നോക്കുക. 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 2 ഹെഡ് ദേ ഇവിടെ വന്നു അല്ലേ? 2 ഹെഡ് ഇവിടെ വന്നു. പിന്നെ 2 ഹെഡ് എവിടെയാണ് വരുന്നത്? 2 ഹെഡ് ഇവിടെ വന്നു. ദെൻ അഗെയിൻ 2 ഹെഡ് ഇവിടെ വന്നു. സോ 2 ഹെഡ് വരുന്നത് എത്ര ചാൻസസിലാണ്? 3 ചാൻസസിൽ 2 ഹെഡ് വരും. അതേപോലെ 3 ചാൻസസിൽ 2 ടെയിൽ വരും. ഓക്കെ, പിന്നെയുള്ള ഓരോ ചാൻസ് ആകെ എത്ര എണ്ണമുള്ള? 8 എണ്ണം പറഞ്ഞില്ലേ? പിന്നെയുള്ള ഓരോന്ന് എന്താ? എല്ലാം ടെയിൽ, അതല്ലെങ്കിൽ എല്ലാം ഹെഡ്. എല്ലാം ടെയിൽ അല്ലെങ്കിൽ എല്ലാം ഹെഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 3/8 ആയിരിക്കും ആൻസർ വരിക. ആൻസർ എത്ര വരിക? 3/8. എവിടെയുണ്ട് ഓപ്ഷൻ? എത്രയാണ്? 3/8. ഓക്കെ, എത്ര കിട്ടി? 3/8. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സാമ്പിൾ സ്പേസ് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 4 coins are tossed once. Find the probability of exactly 3 tails. Find the probability of exactly 3 tails. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ആ സാമ്പിൾ സ്പേസ് നോക്കുന്നു അല്ലേ? സാമ്പിൾ സ്പേസ് നോക്കുന്നു. 4 കോയിൻസ് ആണ് ടോസ് ചെയ്യുന്നത്. എത്ര കോയിൻസാണ് ടോസ് ചെയ്യുന്നത്? 4 കോയിൻസ് ടോസ് ചെയ്യുന്നു. എക്സാക്ട്ലി എത്ര ഹെഡ് കിട്ടണം? എക്സാക്ട്ലി എത്ര ഹെഡ് കിട്ടണം? സോറി, എക്സാക്ട്ലി എത്ര ടെയിൽ കിട്ടണം? 3 ടെയിൽ കിട്ടണം. എത്ര ടെയിൽ കിട്ടണം? 3 ടെയിൽ. ശ്രദ്ധിക്കുക, 3 ടെയിൽ. ഇതിൽ 3 ടെയിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? 3 ടെയിലുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാ? ശ്രദ്ധിച്ചോ, 3 ടെയിലുള്ള ഓപ്ഷൻസ്. ടെയിൽ 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 ഹെഡ് ഇവിടെ ഒരു ഓപ്ഷൻ വന്നു അല്ലേ? ടെയിൽ ടൈൽ ഹെഡ് ടെയിൽ ഒരു ഓപ്ഷൻ വന്നു. പിന്നെയോ THTT ഒരു ഓപ്ഷൻ വന്നു. പിന്നെയോ HTTT. എത്ര ഓപ്ഷൻ വന്നു? 4 ഓപ്ഷൻസ് വന്നു. എത്ര ഓപ്ഷൻസ് വന്നു? 4 ഓപ്ഷൻസ് വന്നു. ക്ലിയർ അല്ലേ? എത്ര ഓപ്ഷൻസാണ് ഇവിടെ വന്നേ? 4 ഓപ്ഷൻസ് വന്നു. വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ഇവിടെ 2 എണ്ണ വരുന്നേ, 2 എണ്ണ വരുന്നേ, 2 എണ്ണ വരുന്നേ. ഇവിടെ 4 എണ്ണം വന്നു. ഇവിടെ എത്ര എണ്ണ വരുന്നേ? 2 എണ്ണ വരുന്നേ, 2 എണ്ണ വരുന്നേ. ഇവിടെ 2 ആണ് വരുന്നത്. ഒരെണ്ണേ വരുന്നുള്ളൂ, ഒരെണ്ണേ വരുന്നുള്ളൂ, ഒരെണ്ണേ വരുന്നുള്ളൂ, ഒരെണ്ണേ വരുന്നുള്ളൂ. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നൊരു പോർഷൻ പറയുമെന്ന് പറഞ്ഞല്ലോ. കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കുന്നത്. എന്താ ചോദ്യം ഉണ്ടായിരുന്നത്? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? 3 tails ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ 3 tails നമുക്ക് എത്ര വട്ടമാണ് ഇപ്പോൾ കിട്ടിയത്? 4 times ആണ് കിട്ടിയത്. എത്ര വട്ടമാണ് കിട്ടിയത്? 4 വട്ടം. ആകെ എത്രയാണ് ഉണ്ടായിരുന്നത്? 16. സോ ആൻസർ എത്രയാ? 4/16. എത്ര കിട്ടുക? 4/16. 4/16 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4. സോ ഇവിടെയുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? 1/4. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് സാമ്പിൾ സ്പേസ് വീണ്ടും നോക്കി അല്ലേ? അവിടെ നേരത്തെ എഴുതിയിരിക്കുന്ന സാമ്പിൾ സ്പേസ് വീണ്ടും നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്തത്? ആ സാമ്പിൾ സ്പേസ് നോക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതും നമ്മൾ ഇനിയുള്ള കോമ്പിനേഷനിൽ പറയുന്നുണ്ട്. കോമ്പിനേഷനിലുള്ള സാധനം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു വട്ടം കൂടെ പറയാം.
അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4c3 ആണ് വരിക അല്ലേ? എത്രയാ വരിക? 4c3. 4ൽ 3 എന്താണ്? ടെയിലാണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ വരുന്നത്? ടോട്ടൽ എത്രയാ? 2⁴. ടോട്ടൽ എത്രയാ വരുന്നത്? 2⁴. സോ 4c3യുടെ വില വരുന്നത് 4 ആണ്. 4/16. ആൻസർ എത്രയാ കിട്ടുന്നത്? 1/4. ആൻസർ എത്രയാ കിട്ടുക? 1/4. ശ്രദ്ധിക്കുക. A coin tossed 2 times. Find the probability of getting at most 1 head. At most 1 head എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 1 ഹെഡ് വരെ കിട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ എണ്ണം എത്രയാവാം? 1 ആവാം അല്ലെങ്കിൽ 0 ആവാം. എത്ര ആവാൻ പാടില്ല? 2 ആവാൻ പാടില്ല. നമുക്കറിയാലോ ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഹെഡ് ഹെഡ് അല്ലേ? പിന്നെയോ ഹെഡ് ടെയില്, പിന്നെ ടെയില് ഹെഡ്, ലാസ്റ്റ് വൺ ടെയില് ടെയില്. ഇതിൽ അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 1 ഹെഡേ വരാൻ പാടുള്ളൂ. സോ ഇത് നമുക്ക് വേണ്ട. ബാക്കി 3 ഉണ്ടല്ലോ. സോ ഓപ്ഷൻ എത്രയാ? ബി. 3/4. 3/4 ആണ് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടുന്നത്? ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുക. 3 unbiased coins are tossed. What is the probability of getting at most 2 head? എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം 2 ഹെഡേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ഹെഡ് കിട്ടാം? 0 ഹെഡ് ആവാം, 1 ഹെഡ് ആവാം, 2 ഹെഡ് ആവാം. നമ്മളെ കയ്യിൽ ഇല്ലാത്ത ആകെയുള്ള ഒരു ചാൻസ് ഇവിടെ ഏതാണ്? ഹെഡ് ഹെഡ് ഹെഡ്. കാരണം അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് 3 എന്താവാൻ പാടില്ല? ഹെഡ് ആവാൻ പാടില്ല. സോ ആകെയുള്ള 8ൽ ആ ഒരെണ്ണം, ഏതൊരെണ്ണം? ഹെഡ് 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 എന്നുള്ള ഒരെണ്ണം ഒഴിച്ച് ബാക്കി 7 എണ്ണവും വരുന്നുണ്ടല്ലോ. സോ ആൻസർ എത്രയാണ്? 7/8. ആൻസർ എത്രയാണ്? 7/8. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 3 coins are tossed. Find the probability of at least 1 head and 1 tail. At least 1 head and 1 tail. ശ്രദ്ധിക്കുക, 3 കോയിൻ ടോസ് ചെയ്തു. സോ ഔട്ട്കം എത്ര എണ്ണം ഉണ്ടാവും? 8 എണ്ണം ഉണ്ടാവും അല്ലേ? 8 എണ്ണം ഉണ്ടാവും. നമ്മളോട് എന്താ പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ആൻഡ് 1 ടെയിൽ. ഒരു ഹെഡും ഒരു ടെയിലുമെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ ഹെഡും ടെയിലും അതിൽ ഉണ്ടായിരിക്കണം. എല്ലാം ഹെഡായി പോകാൻ പാടില്ല, എല്ലാം എന്താവാൻ പാടില്ല? ടെയിലായി പോകാനും പാടില്ല. സോ ആ 2 എണ്ണം മാത്രം ഒഴിവാക്കിയാൽ പോരെ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 8 ഉണ്ട്. ടോട്ടൽ എത്രയാ? 8. സോ 6/8. 6/8 എന്ന് പറഞ്ഞാൽ എത്രയാ? 3/4. ഷോർട്ട് ചെയ്താൽ എത്ര കിട്ടി? 3/4. ഓപ്ഷൻ ബി, 3/4. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാക്സിമം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാക്സിമം ചെയ്യാമെന്നുള്ളതുകൊണ്ടാണ് ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കേട്ടോ. The probability of getting head and tail alternately in 3 throws of a coin or throw of 3 coins. ശ്രദ്ധിക്കുക, അൾട്ടർനേറ്റ് ആയിട്ട് എന്ത് കിട്ടണം? ഹെഡും ടെയിലും കിട്ടണം. അൾട്ടർനേറ്റ് ആയിട്ട് ഹെഡും ടെയിലും കിട്ടണം. അതായത് ഹെഡ് ഹെഡ് ടെയിൽ എന്ന് കിട്ടാൻ പാടില്ല. എല്ലാം എന്തായിരിക്കണം? ഒന്ന് ഹെഡ് ആണെങ്കിൽ അടുത്തത് ടെയില്, അടുത്തത് ഹെഡ്, ടെയിൽ ആണെങ്കിൽ ഹെഡ്, ആ രീതിയിലായിരിക്കണം. സോ നമുക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് വരിക? ഹെഡ് ടെയില് ഹെഡ് എന്ന് കിട്ടാം അല്ലേ? അതല്ലെങ്കിലോ ടെയില് ഹെഡ് ടെയില് എന്ന് കിട്ടാം അല്ലേ? ഏതൊക്കെയാണ് വരുന്നത് നമുക്ക്? ഹെഡ് ടെയില് ഹെഡ്. ഇനി ടൈല് തുടങ്ങിയാലോ? ടെയില് ഹെഡ് ടെയില്. വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? ഇല്ല. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ടെയിൽ അൾട്ടർനേറ്റ്ലി ഇൻ 3 throws ഓഫ് എ കോയിൻ. ഒരു കോയിൻ 3 തവണ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡും ടെയിലും മാറി മാറി കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഹെഡ് ആദ്യം വന്നാൽ പിന്നെ ടെയില് വരണം, പിന്നെ ഹെഡ്. ടെയില് വന്നാൽ ടെയില് ഹെഡ് ടെയില്. സോ 2 എണ്ണം അല്ലേ ഉള്ളൂ, ആകെ 8 എണ്ണം ഇല്ലേ? സോ എത്ര കിട്ടി? 2/8. ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഓപ്ഷനിൽ എത്രയുള്ളത്? 1/4. അതിനെ ഷോർട്ട് ചെയ്താലുള്ള ആൻസർ ഓപ്ഷനിലില്ലേ? ഓപ്ഷനിലില്ലേ? എത്രയാണ്? 1/4. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ഇത് ഒരു രസകരമായിട്ടുള്ള ചോദ്യമാണ്. ഭയങ്കര കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ കൂൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഫെയർ കോയിൻ ഈസ് ടോസ്ഡ് റിപ്പീറ്റഡ്ലി. If tail appears on the first 4 tosses, then the probability of head appearing on the 5th toss equals. ഒരു കോയിൻ 4 തവണ എറിഞ്ഞപ്പോഴും കിട്ടിയത് ടൈലാണ്. 4 തവണ എറിഞ്ഞപ്പോഴും കിട്ടിയത് എന്താണ്? ടൈലാണ്. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ എയറിൽ എന്ത് കിട്ടണം?
ഹെഡ് കിട്ടണം. 5ാമത്തെ എയറിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര? ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് 5 എയറിൽ നമുക്ക് ആകെ എത്രയാ? 2⁵5 32 ഔട്ട്കംസ് ഉണ്ടാവും. സോ ആൻസർ 32ൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള രീതിയിലൊരു ചിന്ത നമുക്ക് വരാം. 1. 2, ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണോ എന്നുള്ളൊരു സംശയം വരാം. ഇത് അതൊന്നുമല്ല. ഒരു കോയിൻ ഒരു തവണ ഇട്ടു, ടെയിൽ കിട്ടി. 2ാമത് ഇട്ടു, ടെയിൽ കിട്ടി. 3ാമത് ഇട്ടു, ടെയിൽ കിട്ടി. 4ാമത് ഇട്ടു, ടെയിൽ കിട്ടി. 5ാമത് ഇടുക. ഓക്കെ, 5ാമത് ഇടുമ്പോഴും അതിൻ്റെ പ്രോബബിലിറ്റിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. നേരത്തെ പ്രോബബിലിറ്റി അതിനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. സോ 5ാമത്തെ ടോസ് മാത്രമേ പറയുന്നുള്ളൂ. 5ാമത്തെ ടോസിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി എത്ര? 5ാമത്തെ ടോസിൽ ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയും 1/2 ആണ്. ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/2 ആണ്. സോ ആൻസർ എത്രയാണ് വരുന്നത്? 1/2. ആൻസർ എത്രയാണ് വരുന്നത്? 1/2. നോക്കാം. ഓക്കെ, 3 fair coins are tossed. If both head and tails appears, then the probability that exactly one head appear is. 3 കോയിൻ നമ്മൾ എറിഞ്ഞു അല്ലേ? 3 fair coins are tossed. If both heads and tails appears, then the probability that exactly one head, ഒറ്റ ഹെഡ് മാത്രമേ പാടുള്ളൂ, ഒറ്റ ഹെഡ് മാത്രമേ പാടുള്ളൂ, അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ 8 എണ്ണം സാമ്പിൾ സ്പേസ് എഴുതിയില്ലേ? അതിൽ ഒറ്റ ഹെഡ് മാത്രമുള്ളത് എത്ര എണ്ണ ഉള്ളത്? 3 എണ്ണാണുള്ളത്. നിങ്ങളത് എഴുതി വെക്കുക, നോക്കുക. സോ അത് എത്ര കിട്ടും? 3/8 കിട്ടും. എത്ര കിട്ടുക? 3/8. ഒറ്റ ഹെഡ് മാത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹെഡ് ടെയില് ഫസ്റ്റ് പൊസിഷനിൽ ഹെഡ് വരാം. ടെയില് ഹെഡ് ടെയില് സെക്കൻഡ് പൊസിഷനിൽ വരാം. പിന്നെ ടെയില് ഹെഡ് തേർഡ് പൊസിഷനിൽ വരാം. സോ ഹെഡിന് ഫസ്റ്റ് പൊസിഷൻ വരാം, സെക്കൻഡ് പൊസിഷൻ വരാം, തേർഡ് പൊസിഷൻ വരാം. അവിടെ മാത്രമേ ആര് വരാൻ പാടുള്ളൂ? ഹെഡ് വരാൻ പാടുള്ളൂ. കാരണം എക്സാക്ട്ലി 1 ഹെഡ് എന്നല്ലേ പറഞ്ഞേ. സോ ആൻസർ എത്രയാണ്? 3/8 ആണ്. ആൻസർ എത്രയാണ്? 3/8. ശ്രദ്ധിക്കാം. ഇനി കുറച്ച് നമുക്ക് ഇനി ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഡൈസിൻ്റെ പോർഷൻസ് ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാനുണ്ട്? ഡൈസിൻ്റെ പോർഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കോയിൻസിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞു. ഇനി ഡൈസിൻ്റെ സെഷൻ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ എന്താ ചെയ്യാനുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താ? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്ത് ചെയ്യാനുണ്ട്? പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അതിൽ നേരത്തെ കുറച്ചൊരു റിസ്ക് ആയിട്ടുള്ള സാധനമാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. ഈ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനും കോയിനും കൂടെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഈ കോയിൻ സെക്ഷനിൽ വരുന്ന അത്യാവശ്യം ഡിഫിക്കൽട്ട് ലെവലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ശ്രദ്ധിക്കാം. ആദ്യം ഞാൻ പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണെന്നൊന്ന് പറയാം. ഓൾറെഡി മാത്സ് എടുത്തിട്ടുള്ള അല്ലാത്ത കുട്ടികൾക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പെർമ്യൂട്ടേഷൻ പറയുന്നതിന് മുമ്പ് ആദ്യം ഫാക്ടോറിയൽ എന്താണെന്ന് പറയണം. ഇപ്പോൾ നമ്മളൊരു 3 ഫാക്ടോറിയൽ എടുക്കുന്നു. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 × 2 × 1 ആണ്. ആൻസർ എത്രയാ? 6 അല്ലേ? 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 2 × 1. ആൻസർ എത്രയാ? 2. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 × 3 × 2 × 1. ആൻസർ 24 കിട്ടി. ഈ ഐഡിയയുടെ ഐ പോലെ എഴുതിയ സാധനമാണ് എന്ത്? ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 5 × 4 × 3 × 2 × 1. ആൻസർ 120 കിട്ടും. 6 ഫാക്ടോറിയൽ ചെയ്യുക. ഇതിനെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. 720 കിട്ടും. 7 ഫാക്ടോറിയൽ ചെയ്യുക. 7 ഫാക്ടോറിയൽ ചെയ്ത് കഴിഞ്ഞാൽ 5040 കിട്ടും. ഓക്കെ, 5040. ഇത്രയെങ്കിലും ഒന്ന് ആലോചിച്ച് വെച്ചാൽ നല്ലതാണ്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: NPR equals n factorial divided by n minus r factorial. NPR equals n factorial divided by n minus r factorial. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, 6p3 equals 6 factorial divided by 6 minus 3 factorial എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 6 factorial by 3 factorial. എന്താ വരിക? 6 factorial by 3 factorial. 6 factorialന്റെ വില എത്രയാ? 6 × 5 × 4 ×
ബാക്കിയുള്ളതിനെ നമ്മൾ 3 ഫാക്ടോറിയൽ എന്ന് എഴുതി അടിയിലുള്ള 3 ഫാക്ടോറിയലുമായിട്ട് നമ്മളത് കട്ട് ചെയ്തു. അടിയിലുള്ള 3 ഫാക്ടോറിയലായിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. സോ ആൻസർ എത്രയാ? 6 × 5 × 4. 6 × 5 × 4 120 എന്ന് കിട്ടി. എന്ത് കിട്ടി? 120. ഓക്കെ, ശ്രദ്ധിക്കുക. പെട്ടെന്ന് കയറി വന്നിട്ട് പി എന്ന് പറയുന്നു. എൻ പി ആറിനെയാണ് പെർമുട്ടേഷൻ എന്ന് പറയാ. എൻ പി ആറിനെയാണ് പെർമുട്ടേഷൻ എന്ന് പറയാ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പെർമുട്ടേഷൻ എന്നുള്ള ഒരു ഡൗട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. എന്താണ് പെർമുട്ടേഷൻ എന്ന് ഡൗട്ടുള്ള ആളുകൾ, അവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്ന സാധനം, ഈ ഫാക്ടോറിയൽ എഴുതിയിരിക്കുന്ന സാധനം എന്താണെന്ന് അറിയാത്ത കുട്ടികൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് എഴുതിയെടുക്കാം. ഓക്കെ, മാഷ് ഇത് വായിച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാണ് ഇവിടെ എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ. ഓക്കെ, എൻ പി ആറിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പറഞ്ഞേ? എൻ പി ആർ ഈക്വൽസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെൻ്റ് ആണ്. അതെന്താണ്? അറേഞ്ച്മെൻ്റ് ആണ്. അതെന്താണ്? അറേഞ്ച്മെൻ്റ് ആണ്. എന്താണ് അറേഞ്ച്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു പേരെടുക്കുക. ഓക്കെ, സിമ്പിളായിട്ടൊരു പേരെടുക്കുന്നു. ഓക്കെ, എന്താ ഇപ്പോൾ ഒരു പേരെടുക്കുക? ഇപ്പോൾ ഒരു വിരാട്. ഓക്കെ, നമ്മളൊരു പേരെടുത്തു വിരാട്. ഓക്കെ, ഈ വിരാട് എന്ന പേര്, ഈ വിരാട് എന്ന് പറയുന്ന പേരിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര ഡിഫറെൻറ്റ്, ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര ഡിഫറെൻറ്റ് പേരുകൾ ഉണ്ടാക്കാൻ പറ്റും? അറ്റ് എ ടൈം ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ഇല്ല. വി ഒരു വട്ടം, ഐ ഒരു വട്ടം, ആർ ഒരു വട്ടം, എ ഒരു വട്ടം, ടി ഒരു വട്ടം. സോ നമുക്കിതിനെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 1 2 3 4 5 പൊസിഷൻ ഉണ്ട് അല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ ഈ 5-ൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. സെക്കൻഡ് പൊസിഷനിലോ ഇവിടെ കൊടുത്ത ഒന്നൊഴിച്ച് ബാക്കി 4-ൽ ഏത് വേണമെങ്കിലും കൊടുക്കാം അല്ലേ? ഇവിടെ 3 എണ്ണം കൊടുക്കാം, ഇവിടെ 2 എണ്ണം കൊടുക്കാം, ഇവിടെ 1 കൊടുക്കാം. ആൻസർ വരിക 5 ഫാക്ടോറിയൽ അഥവാ 120. ശ്രദ്ധിക്കുക, ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്, വിരാട് എന്നുള്ള പേരിലുള്ള ലെറ്റേഴ്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ് 120. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. നമ്മളോടൊരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് പറയാം. ഓക്കെ, ഇതിലുള്ള 5 ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എത്ര 3 ലെറ്റർ കോഡുകൾ ഉണ്ടാക്കാൻ പറ്റും? 3 ലെറ്റർ കോഡുകൾ ഉണ്ടാക്കാൻ പറ്റും. എത്ര 3 ലെറ്റർ കോഡുകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ എത്രയാണ് വരുന്നത്? 5 ആണ് അല്ലേ? ഈ 5-ൽ ഏത് വേണേൽ യൂസ് ചെയ്യാം. സെക്കൻഡ് പൊസിഷനിലോ ബാക്കിയുള്ള 4-ൽ ഏത് വേണേൽ യൂസ് ചെയ്യാം. തേർഡ് പൊസിഷനിലോ ബാക്കിയുള്ള 3-ൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ടോട്ടൽ എത്രയാണ് വരുന്നത്? 5 × 4 × 3. 5 × 4 × 3. ആൻസർ എത്രയാ? 60. ആൻസർ എത്രയാ? 60. ഇത് പെർമ്യൂട്ടേഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് എന്താണ്? പെർമ്യൂട്ടേഷൻ. കാരണം പെർമ്യൂട്ടേഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് 5 ലെറ്റേഴ്സ് ഉണ്ട്. വിരാട്ടിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5. അതിൽ എത്ര എണ്ണത്തിന് അറേഞ്ച് ചെയ്യണം? 3 എണ്ണത്തിന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ എന്താ? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ 120 പഠിച്ചല്ലോ. 2 ഫാക്ടോറിയൽ എത്രയാ? 2 അല്ലേ? സോ 120/2. ആൻസർ എത്രയാ കിട്ടുന്നത്? 60. എത്രയാ കിട്ടുന്നത്? 60. സോ പെർമ്യൂട്ടേഷൻ എന്താണ് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഇവിടെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. നമ്മുടെ കയ്യിൽ 1 2 3 4 5 6 ആകെ 6 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. എത്ര നമ്പേഴ്സാ? 6 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫൈൻഡ് ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ജനറേറ്റിംഗ് എന്താണ്? 4 ഡിജിറ്റ് കോഡ്. ജനറേറ്റിംഗ് 4 ഡിജിറ്റ് കോഡ്. എന്താണ് ജനറേറ്റിംഗ് 4 ഡിജിറ്റ് കോഡ്? ഓക്കെ, 4 ഡിജിറ്റ് കോഡ് നമുക്ക് എത്ര രീതിയിൽ
ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ 6 എണ്ണത്തിൽ നിന്ന് നമുക്ക് എത്രയാളെ അറേഞ്ച് ചെയ്യണ്ടേ? 4 ആളെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. എത്രയാളെ അറേഞ്ച് ചെയ്യണ്ടേ? 4 ആളെ അറേഞ്ച് ചെയ്യണം. നമ്മൾ സിമ്പിളായിട്ട് പെർമുട്ടേഷൻ ഒന്നും ഇല്ലാതെ നേരത്തെ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എന്താ വരുന്നത്? ഫസ്റ്റ് പൊസിഷനിൽ എത്ര ആളെ കൊടുക്കാം? 1 2 3 4 5 6. ഈ 6ൽ ആരെ വേണം കൊടുക്കാമല്ലോ. സോ ഇവിടെ 6 വരും. ഒരാളെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ എത്രയാ? 5. അടുത്ത പൊസിഷനിൽ എത്രയാ? 4. അടുത്ത പൊസിഷനിൽ എത്രയാ? 3. 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3. ആൻസർ വരുന്നത് എത്രയാ? 6 ഇൻറ്റു 5. ഓക്കെ, 30. 30 ഇൻറ്റു 4 120. 120 ഇൻറ്റു 3 360. 6 5 30. 30 ഇൻറ്റു 4 120 ഇൻറ്റു 3 എത്രയാടാ? 360 നിങ്ങൾക്ക് കിട്ടുക. എത്ര കിട്ടുക? 360. 4 ഡിജിറ്റ് കോഡ് 360 കിട്ടി. ഇതെങ്ങനെയാണ് പെർമുട്ടേഷൻ വെച്ച് ചെയ്യുന്നത്? പെർമുട്ടേഷൻ ആണെങ്കിൽ 6ൽ 4 പേരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എത്രയാ? ഇക്വേഷൻ എന്തായിരുന്നു? NPR ഈക്വൽസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 മൈനസ് 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് കിട്ടും അല്ലേ? 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എത്രയാ? 720 അല്ലേ? 2 ഫാക്ടോറിയൽ എത്രയാ? 2 അല്ലേ? സോ ആൻസർ എത്രയാണ്? 360. ആൻസർ എത്രയാണ്? 360. സോ ഇതാണ് പെർമ്യൂട്ടേഷൻ. സോ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻ്റ് ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെൻ്റ് ആണ്. ഇനി നമുക്ക് കോമ്പിനേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു ബേസ് നോക്കാം. കോമ്പിനേഷൻ ശ്രദ്ധിക്കുക. കോമ്പിനേഷൻ ആദ്യം ഞാൻ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ ഒന്ന് പറയാം. ഓക്കെ, NCR ഈക്വൽസ്, നേരത്തെ NPRന് പകരം NCR ആണ് വരുന്നത്. NCR ഈക്വൽസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നേരത്തെ എന്താ വന്നിരുന്നത്? n മൈനസ് r ഫാക്ടോറിയൽ അല്ലേ? അതിവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇൻറ്റു r ഫാക്ടോറിയൽ. ഇൻറ്റു എന്താണ്? r ഫാക്ടോറിയൽ. ഇതാണ് എന്തിൽ വരുന്നത്? കോമ്പിനേഷനിൽ വരുന്നത്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, 4 പേരുണ്ട്. A B C D. ABCD. ഇവരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? 2 പേരെ ലീഡറാക്കി സെലക്ട് ചെയ്യുന്നു. 4 പേര് ഒരു ക്ലാസ്സിലുണ്ട്. ഇവരിൽ 2 പേരെ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, 2 പേരെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ എത്ര രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്യാം? എത്ര രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്യാം? ശ്രദ്ധിക്കുക, ആകെ നമുക്കത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ഇക്വേഷനാണ് എടുക്കണ്ടേ? NCR. ആകെ എത്ര ആളാണ് ഉള്ളത് ഇവിടെ? N ഈക്വൽസ് എത്രയാ? N ഈക്വൽസ് എത്രയാ? 4 ആണ്. R ഈക്വൽസ് എത്രയാ? 2 ആണ്. എത്രയാളെ നമുക്ക് സെലക്ട് ചെയ്യണ്ടേ? 2 ആളെയാണ് സെലക്ട് ചെയ്യണ്ടേ. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം? 4C2. എന്താ ചെയ്യുന്നത്? 4C2. 4C2 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ എന്ന് വരുന്നില്ലേ? അഥവാ 4 മൈനസ് 2 എത്രയാ? 2 ഫാക്ടോറിയൽ. പിന്നെ അതിൻ്റെ കൂടെ എന്താ വരുന്നത്? ശ്രദ്ധിക്കുക, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇടയ്ക്ക് മഞ്ഞയുടെ കൂടെ ഒരു ചുവപ്പും കൂടെ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇതായിരുന്നില്ല ഇക്വേഷൻ? n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ. അപ്പോൾ എത്ര കിട്ടി? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ എത്രയാ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? 24 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ 2 ആണ്. 2 ഇൻറ്റു 2. സോ ആൻസർ എത്ര വരും? 24/4. എത്രയാണ് കിട്ടുന്നത്? 6. എത്രയാണ് കിട്ടുന്നത്? 6. എത്രയാണ് കിട്ടുന്നത്? 6 ആണ് കിട്ടുന്നത്. അപ്പോൾ സെലക്ഷനിലാണ് എന്ത് വരുന്നത്? കോമ്പിനേഷൻ വരുന്നതെന്ന് പറഞ്ഞു. ഒരു കാര്യം കൂടെ, നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. 4 തവണ നമ്മളൊരു കോയിൻ ടോസ് ചെയ്തു. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തൊരു ചോദ്യമാണ്. എന്താ ചോദ്യം? കോയിൻ എത്ര തവണ ടോസ് ചെയ്തു? 4 ടൈംസ് ടോസ് ചെയ്തു. ഓക്കെ, നമുക്ക് എന്താ കിട്ടണ്ടേ? 3 ടൈൽസ്, എക്സാക്ട്ലി
3 ടൈൽസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി 3 ടൈൽസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എത്ര തവണ കോയിൻ ടോസ് ചെയ്തു? 4 തവണ കോയിൻ ടോസ് ചെയ്തു അല്ലേ? അതിൽ 3 തവണ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, 4ൽ 3 തവണ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താവണം? ടെയിലാവണം. 4ൽ 3 തവണ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്താവണം? ടെയിലാവണം. സോ അത് എത്രയാണ് ആൻസർ കിട്ടുക? ടെയിലിൻ്റെ സെലക്ഷൻ, ടെയിൽ സെലക്ഷൻ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? 4C3. 4C3 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4ന് 3 കുറച്ചാൽ എത്രയാ? 1 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അപ്പോൾ ശ്രദ്ധിക്കുക, 4 ഫാക്ടോറിയലിന് നമുക്ക് എന്താ എഴുതാം? 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ അവിടെ നിൽക്കട്ടെ, 3 ഫാക്ടോറിയൽ. ആൻസർ എത്രയാ? 4. അപ്പോൾ ടെയിൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാം? 4 രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളോട് അതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തായിരുന്നു നേരത്തെ എഴുതിയത്? 4C3 ഡിവൈഡഡ് ബൈ ആകെ 4 വട്ടല്ലേ? 2⁴. ഇങ്ങനെയല്ലേ എഴുതിയേ? 4C3 ഡിവൈഡഡ് ബൈ 2⁴ അല്ലേ? 4C3യുടെ വില എത്രയാണ് കിട്ടിയേ? 4 ആണ് അല്ലേ? 2⁴ എന്ന് പറഞ്ഞാൽ എത്രയാ? 16. 2⁴ എത്രയാ? 16. സോ ആൻസർ എത്രയാ? 1/4. ആൻസർ എത്രയാണ് വരുന്നത്? 1/4. അപ്പോൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ സെലക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ ചെയ്ത അതേപോലത്തെ ഒരു ചോദ്യം. അഞ്ച് തവണ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. 5 തവണ ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഓക്കെ, അതിൽ എക്സാക്ട്ലി 3 ടൈംസ് ഹെഡ് ആയിരിക്കണം. 3 ടൈംസ് ഹെഡ് ആയിരിക്കണം. ഞാനിവിടെ എഴുതാം. എത്ര തവണ കോയിൻ ടോസ് ചെയ്തു? 5 ടൈം കോയിൻ ടോസ് ചെയ്തു. 5 ടൈംസ് കോയിൻ ടോസ് ചെയ്തു. അതിൽ എക്സാക്ട്ലി 3 ഹെഡ് കിട്ടണം. 3 ഹെഡ്. അതിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് 3 ഹെഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടോസിലാ? 5 ടോസിൽ. സോ പ്രോബബിലിറ്റി ഓഫ് 3 ഹെഡ് എന്ന് പറഞ്ഞാൽ 5ൽ 3 തവണയും സെലക്ട് ചെയ്യുന്നത് ഹെഡ് ആവണം അല്ലേ? 5C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ എത്രയാ? ടോട്ടൽ എത്ര രീതിയിൽ നമുക്കിവിടെ കിട്ടുവടാ? 2⁵. സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞല്ലേ, ഒരു വട്ടം കോയിൻ എറിഞ്ഞാൽ 2 വട്ടം കോയിൻ എറിഞ്ഞാലോ 2⁵2 4. 3 വട്ടം കോയിൻ എറിഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 2⁵3 8. സോ 5 വട്ടം ആകുമ്പോൾ 2⁵5 32 ആണ് ആൻസർ കിട്ടുക. 5C3 നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ക്ലിയർ ആവാത്തവർ. 5C3 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇവിടെ ഉള്ള വാല്യൂസ് എഴുതുക. 3 ഫാക്ടോറിയൽ. 5ന് 3 കുറച്ചാൽ എത്രയാ? 2 ഫാക്ടോറിയൽ. അതായത് NCR എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ല ഇക്വേഷൻ. NCR ഈക്വൽസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n - r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അതല്ലെങ്കിൽ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. രണ്ടായാലും ഓക്കെ ആണ്. സോ NCR 5C3 എന്താ വരുന്നത്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ അല്ലേ? അത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, 5 ഫാക്ടോറിയൽ ഒന്നും എഴുതണ്ട. 5 × 4 × 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്താൽ മതി. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? കട്ട് ചെയ്താൽ മതി. സോ 5 × 4 എത്രയാ? 5 × 4 20. 20 ബൈ 2 ഫാക്ടോറിയൽ 2 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 10 കിട്ടും. 10 കിട്ടും. സോ ഇവിടെ പ്രോബബിലിറ്റി എത്രയാണ് വരിക? 10/32. പ്രോബബിലിറ്റി എത്രയാണ് വരിക? 10/32. ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ തന്നതാണ്. ഇത് നിങ്ങളുടെ ഓപ്ഷൻസിൽ മിക്കവാറും ഇത് കട്ട് ചെയ്തിട്ട് 5/16 എന്നൊക്കെ ആയിരിക്കും ആൻസറിൽ ഉണ്ടാവുക. ഇപ്പോൾ പറഞ്ഞ സാധനം ക്ലിയർ അല്ലേ? സോ പെർമ്യൂട്ടേഷൻ എന്താണ്, കോമ്പിനേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതിൽ 2-3 ക്വസ്റ്റ്യനിൽ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇത് അറിയാതിരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മാത്സ് മെയിനായിട്ട് പഠിക്കാത്ത കുട്ടികൾ, ബാക്കി സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ ഇപ്പം പറഞ്ഞ ലോജിക്ക് വെച്ച് ആ ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിരുന്നുവെങ്കിൽ ഒരു വട്ടം കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 4 heads in 8 throws of a coin. ഒരു കോയിൻ 8 തവണ ടോസ് ചെയ്താൽ, ശ്രദ്ധിക്കുക, ഒരു കോയിൻ 8 തവണ ടോസ് ചെയ്താൽ അതിൽ 4 വട്ടം എന്ത് കിട്ടണം? ഹെഡ് കിട്ടണം. 8 തവണ ടോസ് ചെയ്താൽ 4 വട്ടം ഹെഡ് കിട്ടണം. നമുക്ക് ആ പ്രോബബിലിറ്റി കാണാൻ വേണ്ടി എന്തായിരുന്നു ചെയ്യുക? 8C4 8ൽ 4 ഹെഡ്
അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര വട്ടാ പറഞ്ഞിരിക്കുന്നത്? 8 വട്ടം. 2⁸. എത്രയാണ്? 2⁸. അപ്പോൾ 8C4 ഡിവൈഡഡ് ബൈ 2⁸ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ 8C4 ചെയ്യണ്ടേ? 8C4 ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? NCR ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ഇവിടെ 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 മൈനസ് 4 എത്രയാ? 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആണേ. സോ നമുക്കിതൊന്ന് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് 8 ഫാക്ടോറിയലിനെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ മതി. സോ 1 4 ഫാക്ടോറിയൽ 1 4 ഫാക്ടോറിയൽ രണ്ടിടത്തും 4 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു, കട്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ബാക്കി എന്താ ഉള്ളത്? ഇവിടെ 24 ഉള്ളത്. 8 ഇൻറ്റു 6 എത്രയാ? 48 അല്ലേ? അടിയിൽ എന്താ ഉള്ളത്? അടിയിൽ 4 ഫാക്ടോറിയൽ അല്ലേ? അടിയിൽ എന്താ ഉള്ളത്? 4 ഫാക്ടോറിയൽ ഉണ്ട്. അടിയിൽ എന്താ ഉള്ളത്? 4 ഫാക്ടോറിയൽ ഉണ്ട്. 24ഉം ഇവിടെയുള്ള 48ഉം കട്ട് ചെയ്താൽ എത്ര കിട്ടുക? 2. എത്ര കിട്ടുക? 2. സോ ആൻസർ എത്രയാ? 7 ഇൻറ്റു 2 ഇൻറ്റു 5. 7 ഇൻറ്റു 2 ഇൻറ്റു 5. ശ്രദ്ധിക്കുക, 7 ഇൻറ്റു 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 2 14. 14 ഇൻറ്റു 5 70. എത്ര കിട്ടി? 70. ശ്രദ്ധിക്കുക, ആകെ എത്ര രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 ഹെഡ് എടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ആൻസർ മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 70. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന സാധനം എന്തായിരുന്നു? ഒന്നുകൂടെ നോക്കണേ. ചെയ്തിരിക്കുന്ന സാധനം ഒന്നുകൂടെ നോക്കുക. ഓക്കെ, ഞാൻ കട്ട് ചെയ്തതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ഒരു വട്ടം കൂടെ പറഞ്ഞുതരാം. 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ എഴുതുന്നത്? 8 ഫാക്ടോറിയലിനെ 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി അടിയിൽ എന്താ വരുന്നത്? 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്തറിയാം? 4 ഫാക്ടോറിയലിൻ്റെ വില എത്രയാ? 24 ആണ്. 4 ഫാക്ടോറിയൽ എത്രയാണ്? 24 ആണ്. സോ 8 ഇൻറ്റു 6 8 ഇൻറ്റു 6 എത്രയാ? 48. സോ 48 ഡിവൈഡഡ് ബൈ 24 എത്രയാ? 2. സോ 7 ഇൻറ്റു 2 ഇൻറ്റു 5 നമുക്ക് ആൻസർ എത്ര കിട്ടും? 70. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയല്ലോ, കട്ട് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ. സോ 70 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തിൻ്റെ വാല്യൂ ആണ്? 8C4ൻ്റെ വാല്യൂ ആണ് 70. ഇനി 2⁸ വില കാണണ്ടേ? എത്രയാണ് 2⁸ വാല്യൂ? ഞാൻ നേരത്തെ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞതാണ്. 2⁻10 വരെയുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. 2⁸ വാല്യൂ ആണ് 256. എത്ര വരിക? 256. ആൻസർ ഉണ്ടോ? ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഓപ്ഷനിൽ ആൻസർ ഉണ്ടോ? ഇല്ലല്ലോ. സോ ഓപ്ഷനിലുള്ള ആൻസർ എത്രയാ? 35/128. ഇതിനെ 2 കൊണ്ട് കട്ട് ചെയ്തു. ആൻസർ എത്ര കിട്ടി? 35 ഡിവൈഡഡ് ബൈ 128. 35 ഡിവൈഡഡ് ബൈ 128. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടെ നോക്കുക. ഇതുപോലെ തന്നെയുള്ള 1-2 ക്വസ്റ്റ്യനും കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിച്ചോ, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടും. A coin is tossed 5 times one after the other. Find the probability of getting at least 3 head. ശ്രദ്ധിക്കുക, ഒരു കോയിൻ എത്ര തവണ ടോസ് ചെയ്യുന്നു എന്നാ പറഞ്ഞേ? 5 തവണ ടോസ് ചെയ്യുന്നു. എത്ര തവണ ടോസ് ചെയ്യുന്നേ? 5 തവണ ടോസ് ചെയ്യുന്നു. 5 തവണ ടോസ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 3 ഹെഡ് വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഹെഡ് വരാം? 3 ഹെഡ് വരാം അല്ലേ? 3 ഹെഡ് വരാം. 3 ഹെഡിൻ്റെ പ്രോബബിലിറ്റി. പിന്നെയോ? പിന്നെ എന്തിൻ്റെ പ്രോബബിലിറ്റിയാ? അറ്റ്ലീസ്റ്റ് 3 ഹെഡ് എന്നല്ലേ പറഞ്ഞേ? 4 ഹെഡ് വന്നൂടെ? 4 ഹെഡിൻ്റെ പ്രോബബിലിറ്റി. പിന്നെയോ? പ്രോബബിലിറ്റി ഓഫ് 5 ഹെഡ്. എല്ലാം ഹെഡ് ആവാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 5 തവണ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 3 ടൈംസ് എന്ത് വരണം എന്നാണ് പറഞ്ഞത്? ഹെഡ് വരണം. സോ ഹെഡ് 3 ആവാം, 4 ആവാം, 5 ആവാം. നേരത്തെ നമ്മൾ ചെയ്തായിരുന്നല്ലോ. നേരത്തെ നമ്മൾ എന്താ ചെയ്തേ? 5-ൽ 3 ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? 5C3 ഡിവൈഡഡ് ബൈ 2⁵5 പ്ലസ് ഇവിടെ 4 ഹെഡ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? 5C4 ഡിവൈഡഡ് ബൈ 2⁵5 പ്ലസ്
5C5 divided by 2 raised to 5. ശ്രദ്ധിക്കുക, 3 ഹെഡ് കണ്ടീഷൻ എടുത്തു, 4 ഹെഡ് കണ്ടീഷൻ എടുത്തു, 5 ഹെഡ് കണ്ടീഷൻ എടുത്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോബബിലിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. 5C3യുടെ വാല്യൂ എത്രയാ? ഞാനത് ഇവിടെ ചെയ്യുന്നുണ്ട്. 5C3 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. നമ്മളിത് രണ്ടും കട്ട് ചെയ്തു. ആൻസർ എത്ര കിട്ടിയേ? 10 കിട്ടി. ആൻസർ എത്ര കിട്ടി? 10 കിട്ടി അല്ലേ? ശ്രദ്ധിക്കുക, ആൻസർ എത്ര കിട്ടിയേ? 10 കിട്ടി. സോ ഇവിടെ എന്താ വരുന്നത്? 10 ഡിവൈഡഡ് ബൈ 32. 10 ഡിവൈഡഡ് ബൈ 32. അടുത്തത് 5C4 ആണ്. 5C4 എന്ന് പറഞ്ഞാൽ എന്താ? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ അല്ലേ? സോ ആൻസർ എത്ര കിട്ടുക? 5 ആണ് കിട്ടുക. എത്ര കിട്ടുക? 5. 5/32 പ്ലസ് ഇവിടെ എന്ത് കിട്ടും? 1/32. എത്ര ആൻസർ കിട്ടുക? 1/32. ശ്രദ്ധിക്കുക, 5C5 എന്ന് പറഞ്ഞാൽ 1 ആണ്. 10C10 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, 10C10 5C5 അല്ലെങ്കിൽ NCN എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. ആൻസർ 1 ആണ്. ചിലപ്പോൾ ആ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ 10/32 പ്ലസ് 5/32 പ്ലസ് 1/32 ഓവറോൾ എത്ര കിട്ടി? 16/32. എത്ര കിട്ടിയിരിക്കുന്നത്? 16/32. എത്ര കിട്ടി? 16/32. നമുക്കിതൊന്ന് ഷോർട്ട് ചെയ്യാലോ? ഷോർട്ട് ചെയ്താൽ എത്ര കിട്ടി? 1/2. ഷോർട്ട് ചെയ്താൽ എത്ര കിട്ടുന്നത്? 1/2. ഷോർട്ട് ചെയ്താൽ എത്ര കിട്ടുന്നത്? 1/2. ഓപ്ഷൻ എവിടെ? ഇവിടെ ഉണ്ടല്ലോ. സോ ആൻസർ എത്രയാണ്? 1/2. ആൻസർ എത്ര വരുന്നത്? 1/2. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 ഹെഡ്. ശ്രദ്ധിക്കുക, അതുപോലത്തെ ഒരു ചോദ്യമാണ് ഇനിയും വരാൻ പോകുന്നത്. 6 coins are thrown together. 6 coins are thrown together. What is the probability of getting at least 4 heads? 6 എണ്ണം എറിഞ്ഞു, നമുക്ക് 4 എണ്ണം ഹെഡ് കിട്ടണം. 4 ആണോ? അല്ല, അറ്റ്ലീസ്റ്റ് 4 ഹെഡ്. സോ നമുക്ക് എന്തിൻ്റെയൊക്കെ പ്രോബബിലിറ്റിയാണ് വേണ്ടേ? പ്രോബബിലിറ്റി ഓഫ് 4 ഹെഡ് ആവാം, പിന്നെയോ പ്രോബബിലിറ്റി ഓഫ് 5 ഹെഡ്സ് ആവാം, ദെൻ പ്രോബബിലിറ്റി ഓഫ് 6 ഹെഡ്സ് ആവാം, പ്രോബബിലിറ്റി ഓഫ് ഓൾ ഹെഡ്സ് ആവാം, പ്രോബബിലിറ്റി ഓഫ് ഓൾ ഹെഡ്സ് അഥവാ 6 ഹെഡ്സ് ആവാം. ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രോബബിലിറ്റി കാണാൻ 2/6 ആണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ 2/6 ആണ്. സോ ഇവിടെ എത്ര വരിക? 6C4 ഡിവൈഡഡ് ബൈ 2/6 പ്ലസ് 6C5 divided by 2/6 plus 6C6 divided by 2/6. ശ്രദ്ധിക്കുക, 6C4 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ അല്ലേ? ശ്രദ്ധിക്കുക, ഇത് ഓൾറെഡി അറിയാവുന്നവരുണ്ടാവും, അവർക്ക് ദേഷ്യം പിടിക്കണ്ട. അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. 6C4 എന്ന് പറഞ്ഞാൽ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണ്. എന്ന് വെച്ചാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. കട്ട് ചെയ്തു. സോ ആൻസർ 30/2 എത്ര കിട്ടുക? 15 ആണ് കിട്ടുക. എത്ര കിട്ടുക? 15. സോ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 15 ഡിവൈഡഡ് ബൈ 2/6 എത്രയാ? 64 ആണ്. 2/6 എത്രയാ? 64 പ്ലസ് 6C5 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ചെയ്ത പോലെ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ കിട്ടും. സോ 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ കട്ടായി പോവും. ആൻസറിൽ അവിടെ 6 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ആൻസർ ഇവിടെ എന്താ വരിക? 6/64 പ്ലസ് 6C6 ഞാൻ നേരത്തെ പറഞ്ഞു 1/64. എല്ലാം കൂടെ ആഡ് ചെയ്യുക. 15 6 22/64. ആൻസർ കിട്ടിയില്ലേ? ഓപ്ഷൻ നോക്കിക്കേ, പാളി. ഓപ്ഷനിൽ കാണാനില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ
കട്ട് ചെയ്യണം. നമ്മൾ അതിന് എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഇവിടെ 11/32 ഉണ്ടല്ലോ, 2 കൊണ്ട് നമ്മൾ അതിനെ കട്ട് ചെയ്യുന്നു. സോ ആൻസർ എത്രയാ? 11/32. ഇവിടെ കാണാനുണ്ടോ ആൻസർ? ഉണ്ട്. എത്രയാണ്? 11/32. ശ്രദ്ധിക്കുക. സോ ദിസ് ഈസ് ദ കോയിൻ ക്വസ്റ്റ്യൻസ്. പ്രോബബിലിറ്റിയിലെ കോയിൻ ക്വസ്റ്റ്യൻസ് ഈ എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് വരുള്ളൂ. പ്രോബബിലിറ്റിയിലെ കോയിൻ ക്വസ്റ്റ്യൻസ് ഈ എക്സ്റ്റെൻഡ് വരെ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, അതിൽ ഈ അവസാനം പറഞ്ഞ സാധനങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. ബാക്കി ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കുക. ഇനി ചെയ്യാനുള്ളത് ഡൈസ് ആണ്. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് ഡൈസ് ആണ്. ഡൈസും വളരെ സിമ്പിളാണ്. ഓക്കെ, സോ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡൈസിൻ്റെ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ,